തമിഴ്നാടിന്റെയും കർണാടകയുടെയും അതിർത്തിയിലുള്ള നീലഗിരി ജില്ലയിലാണ് മുതുമല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. കോഴിക്കോട് നിന്ന് റോഡ് മാർഗം 124 കിലോമീറ്റർ യാത്ര ചെയ്താൽ മുതുമല ടൈഗർ റിസർവിലെത്താം. മൈസൂരിനെയും ഊട്ടിയെയും ബന്ധിപ്പിക്കുന്ന റോഡിലാണ് മുതുമല ദേശീയോദ്യാനവും വന്യജീവി സങ്കേതവും സ്ഥിതി ചെയ്യുന്നത്. നീലഗിരി മലനിരകളുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മുതുമല തമിഴ്നാട്ടിലെ ഏറ്റവും മനോഹരമായ ദേശീയോദ്യാനമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഏഷ്യൻ ആനകളുടെ ആവാസ കേന്ദ്രമായ മുതുമലയിൽ 260-ലധികം പക്ഷികൾ വസിക്കുന്നു. ഇന്ത്യയുടെ തെക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മുതുമല കടുവ സങ്കേതം തമിഴ്നാട്, കർണാടക, കേരളം എന്നീ സംസ്ഥാനങ്ങളുടെ ട്രൈ ജംഗ്ഷനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യയിലെ ഏറ്റവും പഴക്കമേറിയ തെപ്പക്കാട് ആനത്താവളം 100 വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ സ്ഥാപിച്ചത്. സമൃദ്ധമായ പച്ചപ്പിനും മൂടൽമഞ്ഞ് നിറഞ്ഞ കുന്നുകൾക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ആകർഷകമായ സ്ഥലമാണ് നീലഗിരി. ദൂരെ നിന്ന് നോക്കുമ്പോൾ മലകളെ പൊതിഞ്ഞു നിൽക്കുന്ന നീല നിറം കാരണം ഈ കുന്നുകളെ ബ്ലൂ മൗണ്ടൻ എന്നാണ് വിളിക്കുന്നത്. പടിഞ്ഞാറ് വയനാട് വന്യജീവി സങ്കേതവും വടക്ക് ബന്ദിപ്പൂർ ടൈഗർ റിസർവും തെക്ക് കിഴക്കായി നീലഗിരി നോർത്ത് ഡിവിഷനും തെക്ക് പടിഞ്ഞാറായി ഗൂഡലൂർ ഫോറസ്റ്റ് ഡിവിഷനും ഈ പ്രദേശവുമായി അതിർത്തി പങ്കിടുന്നു. ൽ മുതുമല കടുവ സങ്കേതമായി പ്രഖ്യാപിച്ചു. ഇന്ത്യയിലെ കടുവകളുടെ ഏറ്റവും പ്രശസ്തമായ ആവാസ കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ പ്രദേശം. മുതുമല ടൈഗർ റിസർവ് തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിൽ 689 ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു. 1986 ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവായി നീലഗിരിയെ പ്രഖ്യാപിച്ചു. മുതുമല എന്നാൽ തമിഴിൽ പുരാതന മലനിരകൾ എന്നാണ്. എലിഫന്റ് ഗ്രാസ് എന്നറിയപ്പെടുന്ന ഉയരമുള്ള പുല്ലുകൾ ധാരാളമായി ഈ പ്രദേശത്ത് കാണാം. ബ്രിട്ടീഷ് ഗവൺമെന്റ് നിലമ്പൂർ രാജാവിൽ നിന്നും മരം മുറിക്കുന്നതിനായി വനം വാടകയ്ക്കെടുത്ത കാലഘട്ടത്തിൽ തന്നെ ഈ സ്ഥലം മുതുമല എന്ന് തന്നെയാണ് അറിയപ്പെട്ടിരുന്നത്. പശ്ചിമഘട്ടത്തിന്റെ കിഴക്കൻ മലനിരകളിൽ 1250 മീറ്റർ ഉയരത്തിൽ 124 ചതുരശ്ര മൈൽ വിസ്തൃതിയിലാണ് മുതുമല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. മുണ്ടാടൻ, ടോഡോ, ഇരുളകൾ, ചെട്ടികൾ, പണിയാന്മാർ, കാട്ടുനായ്ക്കർ, കുറുമ്പകൾ എന്നീ ഗോത്രവർഗക്കാർ 1000 വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്ത് താമസിച്ചിരുന്നതായി പറയപ്പെടുന്നു. നീലഗിരി മലനിരകളിലെ ഏറ്റവും പഴക്കമേറിയ ഗോത്രവിഭാഗം ടോഡോകളാണ്. മനോഹരമായ നീലഗിരി കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന മുതുമല ടൈഗർ റിസർവ് തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. മുതുമലയിൽ എത്തുന്നവർക്ക് ജംഗിൾ സഫാരി, എലിഫന്റ് സഫാരി, ട്രക്കിംഗ്, വ്യത്യസ്തമായ ദേശാടന പക്ഷികളെ കാണുന്നതിനോടൊപ്പം അപൂർവവും വംശനാശ ഭീഷണി നേരിടുന്നതുമായ ജീവജാലങ്ങളെയും കാണാം. ഈ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന പ്രധാന നദിയാണ് മോയാർ നദി. മസിനഗുഡി ഊട്ടി റോഡിലെ മായാർ എന്ന ചെറുപട്ടണത്തിൽ നിന്നാണ് മോയാർ നദി ഉത്ഭവിക്കുന്നത്.
38 മത്സ്യങ്ങൾ ഈ നദിയിലുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. തമിഴ്നാട്ടിലെ ഭവാനി നദിയുടെ പോഷക നദിയാണ് മോയാർ നദി. മോയാർ നദി കർണാടകത്തിലെ ബന്ദിപ്പൂർ ദേശീയോദ്യാനത്തിനും തമിഴ്നാട്ടിലെ മുതുമല വന്യജീവി സങ്കേതത്തിനും ഇടയിലൂടെ ഒഴുകുന്നു. ഈ നദി ഒരിക്കലും വറ്റാറില്ല. അപൂർവ സസ്യങ്ങളുടെയും വൃക്ഷങ്ങളുടെയും സമൃദ്ധമായ വൈവിധ്യം നിറഞ്ഞതാണ് മുതുമല. ഇന്ത്യയിലെ മൊത്തം പക്ഷികളുടെ 8% ഈ പ്രദേശത്താണ് വസിക്കുന്നത്. പശ്ചിമഘട്ടത്തെയും കിഴക്കൻ ഘട്ടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മുതുമല വന്യജീവി സങ്കേതം സന്ദർശിക്കാൻ പറ്റിയ സമയം ഒക്ടോബർ മുതൽ മെയ് വരെയുള്ള വേനൽക്കാലത്താണ്. ഈ സമയത്താണ് മൃഗങ്ങൾ ജലസ്രോതസ്സുകളിലേക്ക് കൂടുതലായി എത്തുന്നത്. 1940 മുതുമല വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത്. ഇവിടെ 260-ലധികം പക്ഷികളും 34 ഇനം സസ്തനികളും 50 ഇനം മത്സ്യങ്ങളും ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇന്ത്യയിലെ മൊത്തം സസ്തനികളിൽ 13% മുതുമലയിലാണ്. ധാരാളം വന്യജീവികളുള്ള മുതുമലയിൽ കടുവകളെ കാണണമെങ്കിൽ പുലർച്ചെ തന്നെ യാത്ര ആരംഭിക്കണം. ഇടതൂർന്ന കാടുകൾ ഉള്ളതുകൊണ്ട് സൂര്യാസ്തമയത്തിന് മുമ്പ് തന്നെ ഇരുട്ടാകുന്നതോടൊപ്പം തണുപ്പ് തുടങ്ങുന്നതിനാൽ കമ്പിളി വസ്ത്രങ്ങളും കരുതുന്നത് ഉത്തമമാണ്.